നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യജീവൻ രക്ഷിക്കുക, നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുക, റെസ്ക്യൂ സെന്റർ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് കണ്ണൂർ നോർത്ത് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ പ്രശ്നത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കോർപ്പറേഷൻ മേയറും പറയുന്നതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? 20 ലക്ഷം രൂപ കോർപ്പറേഷൻ നൽകിയെന്ന് പറയുമ്പോൾ 5 ലക്ഷം മാത്രമാണ് നൽകിയതെന്ന് ജില്ലാ പഞ്ചായത്ത് പറയുന്നു. ചുരുങ്ങിയ പക്ഷം ജില്ലാ പഞ്ചായത്ത് രാജ് ആക്ട് വായിക്കാനുള്ള മനസ്സെങ്കിലും ഭരണാധികാരികൾ കാണിക്കണമെന്ന് KK വിനോദ് കുമാർ പറഞ്ഞു. മറ്റൊരു കാര്യം, തെരുവ് കച്ചവടക്കാർ, ആ തെരുവ് കച്ചവടക്കാർ ഭീഷണിയോടുകൂടി ഭയപ്പാടോടുകൂടിയാണ് അവർ ജോലി ചെയ്യുന്നത്. ഏത് സമയമാണ് ഇത് വരിക, കയറുക, കടിക്കുക എന്ന് പറയാൻ പറ്റില്ല. നോക്കൂ, ഇത്തരം ഒരു കഴിവില്ലാതെ ഒരു ഭരണകൂടം കണ്ണൂരിന് ആവശ്യമുണ്ടോ? ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF, കോർപ്പറേഷൻ ഭരിക്കുന്നത് UDF. ഈ LDF-ഉം UDF-ഉം പരസ്പരം പഴിചാരി അവരുടെ ഉത്തരവാദിത്തം നിന്ന് ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യം പ്രിയമുള്ളവരെ ഇത് നമുക്ക് അനുവദിച്ചുകൂടാ. ഈ ആവശ്യം BJP-ക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഈ ആവശ്യം ജനങ്ങൾക്ക് വേണ്ടിയാണ്. കടിക്കാൻ പോകുന്ന പട്ടിക്ക് ഇവൻ BJP-ക്കാരനാണോ, അല്ലെങ്കിൽ ലീഗുകാരനാണോ, അല്ലെങ്കിൽ CPM ആണോ, കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടാണോ പട്ടികൾ കടിക്കാൻ പോകുന്നത്? എല്ലാവരുടെയും ജീവനും ഭീഷണമായിരുന്ന സാഹചര്യത്തിൽ അടിയന്തരമായ പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP-യുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നത്. BJP കണ്ണൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി TC മനോജ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ബിജിൽ സ്വാഗതം പറഞ്ഞു. AP ഗംഗാധരൻ, C നാരായണൻ, BJP ജില്ലാ കമ്മിറ്റി അംഗം KG ബാബു, എടക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷമീർ ബാബു തുടങ്ങിയവരും സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ.